രാവിലെ ഈ പാട്ടയും പറക്കൊണ്ട് എവിടെ പോകണമെന്നല്ലേ ഒരു പരിപാടി ഉണ്ട്, വാ കാണിച്ചു തരാം. പരിപാടി തുടങ്ങുന്നതിന് മുന്നേ അഴിഞ്ഞു വീണ ഉണ്ണിയാർച്ചയുടെ തലമുടി വാരി കൂട്ടി ഉച്ചന്തലയിൽ കെട്ടിവെക്കാം. മുടി ഇങ്ങനെ വാരി കെട്ടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ അഴിക്കാനുള്ളതാണെന്ന് ആലോചിച്ച് കെട്ടിയാൽ കൊള്ളാം. എന്റെ കെട്ട് ഒടുക്കത്തെ കെട്ടായി പോയി, അഴിക്കാൻ പറ്റിയില്ല, ഭയങ്കര പാടായിരുന്നു. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: കടലമാവ്, അമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ പുട്ടുപൊടി, പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കാൻ വെച്ചിരുന്ന തൈര്, പിന്നെ നൈസായിട്ട് അടിച്ചു മാറ്റിയ ഓട്സ്, പിന്നെ അലങ്കാരത്തിന് ഒരു തക്കാളിയും കുറച്ച് മഞ്ഞപ്പൊടി, എല്ലാം കൂടെ അലങ്കോല വരുന്ന കൊള്ളാം. തമ്പുരാനെ പച്ചമുളക്, ഈ സാധനം ഇതിനകത്ത് വേണ്ടേ വേണ്ട. ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടെങ്കിൽ അടി വരുന്ന വലിയ എറിയാൻ പറ്റില്ല. കണ്ട, വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഇതുണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ബൊക്ക, ഹാരം ഇതൊക്കെ കിട്ടുന്നതിന് പകരം വീട്ടിലുള്ള ചെരുപ്പ്, പുട്ടുകുറ്റി, ചൂല് മുതലായ സാധനങ്ങളെല്ലാം നമ്മുടെ മേൽ വന്ന് പതിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പോരാളി കാണാതെ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് മാറി നിൽക്കാം. ഇല്ലെങ്കിൽ പാളി ഗൈസ്, പോരാളിയുടെ വഹത്തെറി ഉറപ്പ്. ഒരു പാത്രം മാവ് തറയിൽ പോയി പ്ലിങ്. എന്തു വിധിയത് ദൈവമേ സച്ചിദാനന്ദ. പോയത് പോട്ടെ, നമുക്ക് ബാക്കിയുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന് തീയോ ഗ്യാസോ അടുപ്പോ പോഹയോ ഒന്നും വേണ്ട. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ വാരി കലക്കിയിട്ട് കുടിക്കുമെന്നല്ലേ? അതൊന്നുമല്ല, കാണിച്ചു തരാം, ബാ. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടി ഐറ്റംസ് എല്ലാം കൂടെ തട്ടി വയ്ക്കാം. പിന്നെ അതിനകത്തേക്ക് അമ്മ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച ഓട്സും പിന്നെ ഇച്ചിരി തൈരും കൂടെ ഒഴിക്കാം. ഒരു പകുതി തക്കാളിക്ക് എടുത്ത് അതിനകത്തുള്ള പൾപ്പും കൂടെ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തോണ്ടിരുന്നപ്പോൾ പാത്രം എന്താ എനിക്ക് മുന്നേ എൻ്റെ ഓടുന്നു, അവിടെ ഇരിക്കും. അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ കലക്കി മറിച്ച് ഞാൻ ദോശമാവിന്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ സാധനം കൊണ്ട് താജ്മഹൽ പണിയാൻ പോകുന്നത്, വാ കാണിച്ചു തരാം. ഇതിനിടയ്ക്ക് ഞാൻ മാല ഊരിയെടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പണയം വയ്ക്കാൻ പോകുമായിരിക്കുന്നു അല്ലേ? അല്ല, ഈ പരിപാടിക്ക് മാലയുടെ ആവശ്യമില്ല. അല്ല, 100 രൂപയുടെ മാലയൊക്കെ ഇപ്പൊ പണയത്തിന് എടുക്കുമെന്ന് അച്ഛൻ. സാധാരണ ഈ സാധനം ബ്രഷ് ഉപയോഗിച്ചാണ് എടുക്കേണ്ടത്. ഇതമ്മ ദോശക്കല്ലിൽ എണ്ണ പുരട്ടാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ആയതുകൊണ്ട് ഇതെടുക്കുന്നത് നല്ലതിനല്ല. ബ്രഷ് എടുത്ത് നമ്മൾ തലക്കിട്ട് കൊട്ടും, അതുകൊണ്ട് കൈ ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ അങ്ങോട്ട് തേക്കുക. ആഹാ, കഴിക്കാൻ തോന്നുന്നു. കുറേ ആൾക്കാർ ബ്യൂട്ടി ടിപ്സ് ചോദിച്ചിരുന്നു കേട്ടോ. എന്തിനാ വെറുതെ നമ്മൾ പാർലറിലൊക്കെ പോയി പൈസ കണ്ട ആവശ്യമില്ല. നന്നായിട്ട് വാരി അങ്ങോട്ട് കൊട്ടുക. പ്രത്യേക ശ്രദ്ധയ്ക്ക് തേക്കുന്നതിന് മുന്നേ വീട്ടിലുള്ള കൊച്ചു കുട്ടികളോടും വലിയ ആൾക്കാരോടും ഞാനിങ്ങനെ ഒരു സാഹസികം ചെയ്യാൻ പോകുന്നത് പറഞ്ഞു വേണം തേക്കാൻ. അല്ലാതെ നിങ്ങളെ പെട്ടെന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആഹാ, ഇവിടെയും കൂടെ തേക്കണം കഴുത്തിൽ. ഇല്ലെങ്കിൽ ആൾക്കാർ പറയും മുഖം മാത്രം എടുത്തിരിക്കുമ്പോൾ മുഖത്ത് പുട്ടിയിട്ട് ഇറങ്ങിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കഴുത്തിലും കൂടെ തേക്കാം. എനിക്ക് കഴുത്തിലേക്ക് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇതൊന്നും സാരില്ല, കിടക്കട്ടെ. ഞാൻ ഇവിടെ ഇതാണ് ചെയ്യാറുള്ളത്, അല്ലാതെ നമ്മൾ പാർലറിലൊന്നും പോയി വെറുതെ. അമ്മയുടെ പുട്ടുപൊടിയും മനുഷ്യർ ഉണ്ടാക്കുന്ന തൈരും നല്ല 1-ാം തരം ബജി ഉണ്ടാക്കുന്ന കടലമാവ് ഉള്ളപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് പോകും. ഉണ്ടോ? ഈ ചെവിയിലും കൂടി ഇട്ടാൽ കൊള്ളാം, പക്ഷെ ഞാൻ തൽക്കാലം ചെവിയിൽ ഇടുന്നില്ല കേട്ടോ. ഈ കോലത്തിൽ പിള്ളേരുടെ അടുത്ത് പോകുമ്പോൾ പിള്ളേരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം, വാ. സീതു, ആരത്? ഇതായിരുന്നു എൻ്റെ പ്രിയ മാതാവിൻ്റെയും മക്കളുടെയും പ്രിയാശം. അമ്മയുടെ വഹ കിട്ടി. മെയിൻ സാധനം മറന്നുപോയി, കോഫി പൗഡർ. നിങ്ങളുണ്ടാക്കുമ്പോൾ ഇരുന്നൊരു സ്പൂൺ കൂടി ഇടണം കേട്ടോ. അതിനിപ്പോൾ സാരമല്ല, കഴിഞ്ഞ ശേഷം ഗ്ലാസ് കോഫി ഇട്ട് കുടിക്കാം. ഗ്യാസ് കത്തിച്ച് വെള്ളം തിളപ്പിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെ ആരെ പുഴുങ്ങാനായിരിക്കും. മുഖത്ത് വാരിത്തേച്ച സാധനം അവിടെ ഇരുന്ന് സെറ്റ് ആവുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി ഇറക്കണം. കഴുകി ഇറക്കി കഴിയുമ്പോൾ കാണാം നയൻതാര നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കണമെന്ന് അമ്മ. ഒരു മസാലക്കട മുഴുവനുണ്ട് മുഖത്ത്, പതിയെ കഴുകി ഇറക്കാൻ അച്ഛൻ. ആ വീട്ടിൽ 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ഒന്ന് കണ്ണെഴുതി പൊട്ടും തൊട്ട് സുന്ദരിയായി നോക്കാം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചാൽ ഞാൻ മുഖത്തിടുന്ന പാക്ക് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.